അവൻ എന്തിനാണ് നിന്നെ ചവിട്ടിയത്? അവനെന്നെ ചവിട്ടാൻ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അവൻ എന്നെ ചവിട്ടാൻ തോന്നിയില്ലല്ലോ. അതിന് നീയല്ലല്ലോ അവന്റെ ഏട്ടനെ കൊന്നത്. നീ ഒരാളെ കൊന്നു എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കേട്ടുമടുത്തിട്ടുള്ള സാധാരണ പ്രശ്നം തന്നെ എന്റേതും. പക്ഷേ ഒരു നോർമൽ ആൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ബാധ്യത. കടം കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യയുടെ വക്കത്തെത്തി എൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ നാടുവിടാൻ തീരുമാനിച്ചു. ഒരു രാത്രി എങ്ങോട്ട് പോണെന്നറിയാതെ നാഷണൽ ഹൈവേയിൽ ഞാനങ്ങനെ നിന്നു. ഈ സമയം ദൂരെ നിന്ന് ദേവദൂതനെ പോലെ ഒരു ടാങ്കർ ലോറി വരുന്നത് ഞാൻ കണ്ടു. ദൈവം തോന്നിപ്പിച്ചാണോന്നറിയില്ല, ആ ഡ്രൈവർ വണ്ടി നിർത്തി. ഞാനും കൂടി പോന്നോട്ടെ? എങ്ങോട്ട്? അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടം വരെ പോണു അവിടം വരെ. ഓ അവിടെ കേറ്. സോറി. എങ്ങോട്ടാ? പോലീസ് പിടിച്ചില്ലെങ്കിൽ എത്തേണ്ടടുത്തെത്തും. പോലീസോ? അതെന്താ എന്റെ വണ്ടിയില്? സ്പിരിറ്റ്. സ്പിരിറ്റോ? ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാവാൻ പേടിയില്ലേ? ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന അതിന്റെ സുഖം. പോലീസ് പിടിച്ചാൽ എന്നെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഈ പോണ വഴിക്ക് പോലീസ് പിടിച്ച എന്റെ കാര്യം? അത് പോലീസുകാർ നോക്കിക്കോട്ടെ. നിന്നെ പിടിച്ച എനിക്കെന്താ? നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല, എന്റെ പേര് പോലും. എന്താ ബായുടെ പേര്? അത് വേണ്ട, എന്നാലും പറ ബായ്. നീ ഇപ്പൊ എന്താ വിളിച്ചത്? ബായ്. ബായ്, അത് തന്നെ വിളിച്ചാ മതി. എന്താ നിർത്തിയത്? എന്നെ ഇറക്കി വിടാനാണോ? ഏയ് ദാ പുണ്യാളന് നേർച്ചയിട്ട പാതി അങ്ങേര് നോക്കിക്കോളൂ. പോവോ? എന്റെ പുണ്യാള, നേർച്ചിടാനായിട്ട് എന്റെ കയ്യിലൊന്നുമില്ല. എന്നെ മുഴുവനായിട്ട് കാത്തോളണേ. പോലീസ്. അയ്യോ, നീ എന്നതാണാ പറയുന്നത്? ലോഡ് പോലീസ് പിടിച്ചെന്നു? അതേ മുതലാളി, ഞാൻ ഓടി രക്ഷപ്പെട്ടതാ. ഇതിലെന്തോ ചതിയുണ്ട് ചേട്ടായി. കൊച്ചു മുതലാളി എന്നെ സംശയിക്കരുത്. വർഷം കുറെ ആയില്ല ഞാൻ നിങ്ങളുടെ കൂടെ ആയിട്ട്. എത്ര വർഷമായാലും നീ കള്ളപ്പണിയല്ലേ ചെയ്യണത്? കള്ളൻ എന്നും കള്ളൻ തന്നെയാടാ. ഇതേ ലക്ഷങ്ങളുടെ ഏർപ്പാടാ. ബേബി കുഞ്ഞേ. ചേട്ടോ, ചേട്ടാ സത്യം പറ, ഞങ്ങളുടെ ലോറിയിലൂടെ എങ്ങോട്ടാ മറിച്ചു വിറ്റത്? ഇയാളുടെ മോന്ത കണ്ടാലറിയാം 10 കാശ് കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന്. നമുക്ക് പോലീസ് പരാതിപ്പെടാൻ പറ്റില്ലല്ലോ, സംഗതി സ്പിരിറ്റ് അല്ലേ. ഇവനെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കാം. പറയടോ. ഞാൻ പറഞ്ഞത് സത്യമാണ്. നീ പറയില്ലല്ലേ? പറയടോ, ലോഡ് ആർക്കാ നീ മറിച്ചു വിറ്റത്? കുഞ്ഞേ, ലോറി നല്ല ആളാട്ടാ. പോലീസിനെ കണ്ടപ്പോ ബായ് എന്തൊരു ഓട്ടോ ഓടിയത്. ഞാനാണെങ്കി പേടിച്ചും പോയി. പിന്നെ RC ബുക്കിൽ അഡ്രസ് തപ്പി ഒരു കണക്കിന് വണ്ടി ഇവിടെ എത്തിച്ച്. എനിക്കാണെങ്കി കാറൊക്കെ ഓടിച്ചുള്ള ചെറിയ പരിചയമുള്ളേ. എന്തൊരു പാടാ ഈ പണ്ടാറ് ഓടിക്കാനായിട്ട്. എന്റെ പുണ്യാളം കൊണ്ടുവന്നാ ഇവനെ. ഇത്രയും കാലം ജീവൻ പണയം വെച്ച് കൂടെ നിന്നിട്ടും നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലായില്ല. ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും അതൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഇനി ഞാൻ നിങ്ങളോട് വന്നാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞോട്ടെ, എന്നെ കൊണ്ട് കുറെ ഉണ്ടാക്കിയില്ലേ, ഇനി ഒറ്റയ്ക്ക് കൂടെ ഉണ്ടാക്കിയാ മതി. എടാ ചാണ്ടിച്ച. അപ്പാ, ഇയാളെ പോണേ പോട്ടപ്പാ. ഇയാളെ ചത്ത നമ്മള് ബിസിനസ് ഇല്ലേ? അയ്യോ, നീ എങ്ങോട്ടാ? ബായ് എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. എന്നാ ഞാനും എങ്ങോട്ടെങ്കിലും. വാ. ബായ് സത്യമുള്ളവനാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അയാളുടെ കൂടെ കൂടി. ബായ്ക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. മകനെന്ന് പറഞ്ഞ ബായ്ക്ക് ജീവനാ. ശിവന് കുറച്ച് ചോറിട്ടോടി. ശിവനല്ല, ഉണ്ണി.
ചോറ് വേണ്ട, അതിന് പകരം പപ്പടം എടുത്തോളാം. നമ്മുടെ പരമശിവത്തിന്റെ നല്ല ചായയില്ലടി ഇവന്. എനിക്കും കണ്ടപ്പോഴേ തോന്നി. ആരാ ഈ പരമശിവം? പണ്ട് ലോറി താവളത്തിൽ നിന്ന് കിട്ടിയതാ അവനെ. പിന്നീട് എനിക്ക് എന്റെ സ്വന്തം അനിയനെ പോലെയായി. 4 കൊല്ലം മുമ്പ് ഒരു ലോറി ആക്സിഡന്റിൽ അവൻ. ഇന്ന് വഴിയോരത്ത് നീ നിൽക്കണ കണ്ടപ്പോ ഞാൻ അവനെ ഓർത്തുപോയി. അതാ നിർത്തിയത്. എന്നെ ആ അനിയനായിട്ട് കണ്ടൂടെ? അതിനെന്താടാ ശിവ? ശിവനല്ല, ഉണ്ണി. എനിക്ക് നീ ശിവൻ തന്നെയാ. അങ്ങനെ ഉണ്ണി എന്ന ഞാൻ ബായിക്ക് ശിവനായി. ബായിക്ക് ഈ പരിപാടി സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ? നീ വിചാരിക്കും പോലെ അത്ര നിസാരമല്ല കാര്യങ്ങള്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ലോഡ് ഒപ്പിക്കാൻ ബായിക്ക് പറ്റില്ലേ? അത് പറ്റും. പക്ഷെ എങ്ങനെ കടത്തിക്കൊണ്ടുപോരും? ചെക്ക് പോസ്റ്റിലൊക്കെ നല്ല കാശറിയണം. അതെവിടുന്ന്? ഒന്ന് ഞാൻ പറയാം. സാധനം കിട്ടിയ കാശ് മുടക്കില്ലാതെ ചെക്ക് പോസ്റ്റ് എടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനുള്ള ചില നുണുക്ക് വിദ്യകളൊക്കെ എൻ്റെ ഉണ്ട് ബായി. ആ ആ സാറേ, വണ്ടി എന്താടോ വണ്ടിയില്? ഐസാണ് സാറേ. കുറിപ്പേ കയറി പരിശോധിക്കും സാർ. നന്നായി പരിശോധിക്കണോ സാർ? സാറേ പെട്ടെന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഐസ് ഇപ്പൊ ഐസ് വാട്ടർ ആവും. സാറേ ഇത് ഫുൾ ഐസാ. ആ അടച്ചേക്ക്. ഓ ചാടിക്കോ ചാടിക്കോ, അല്ലെങ്കിൽ ഐസാവും. വിട്ടോ വിട്ടോ, വിട്ടോ. പെട്ടെന്നാവട്ടെ. ശിവ. ആ ഓ എന്റെ പുണ്യാളച്ചോ, നീ ഇങ്ങ് എത്തുന്നത് വരെ ഞാൻ മുള്ളേ നിൽക്കുകയായിരുന്നു. സ്പിരിറ്റ് എന്തേടാ? ദാ ഇതൊക്കെയാ. ഈ ഐസ് കിട്ടേ? ഞാൻ കാണിച്ചുതരാം. ദാ ഒറിജിനൽ സ്പിരിറ്റ്. ആ ഓ എന്റെ അമ്മച്ചി, ഒടുക്കത്തെ ബുദ്ധി തന്നെ. അല്ലടാ, ഐസിന്റെ ഉള്ളി വെച്ചിട്ട് സ്പിരിറ്റ് എന്താ ഐസ് ആവാത്തേ? എന്റെ ബായ്, വെള്ളം 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഐസ് ആവും. പക്ഷെ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ -112 ഡിഗ്രിയെങ്കിലും വേണം. കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ. എന്തായാലും കെമിക്കറി കണ്ടുപിടിച്ചു. കെമിക്കറി അല്ല, കെമിസ്ട്രി. അവൻ ഭയങ്കര തന്നെ. ഇത് എത്ര രൂപയുടെ മുതലാന്ന് അറിയാമോ നിനക്ക്? നിനക്ക് ഞാൻ എന്താടാ തരേണ്ടത്? ഈ ലാഭത്തിന്റെ പകുതി നീ എടുത്തു അല്ലേ? വേണ്ട, ഇത് മുഴുവൻ നീ എടുത്തു. വേണ്ട ബായ്. ബായ് ആ ചിന്നാടന്മാരെ അവിടെ ജോലി ചെയ്തിരുന്നപ്പോ ഒരു ലോഡിന് എത്ര രൂപ കിട്ടിയിരുന്നേ? 5000 ഉരുവ. ആ 5000 രൂപ മതി എനിക്ക്. അല്ല ഇവര് ഞാനും ബായ് തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെ നീ പല അടവുകൾ ഉപയോഗിച്ച് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി പലതവണ ഞാൻ സ്പിരിറ്റ് കടത്തി ഒരു നാൾ പിടിക്കപ്പെട്ടു. ചെക്ക് പോസ്റ്റുകളിൽ ഞാൻ പണം വാരിയെറിഞ്ഞു. ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗവും എന്റെ സ്വാധീന വലയത്തിലായി. പിന്നെല്ലാം അവരുടെ അനുവാദത്തോടെയായി. ബായിക്ക് വീടായി, കാറായി, ലോറികളായി. ബായിയുടെ വലങ്കയായി ഞാൻ അവിടെ പരമശിവം എന്ന പേരിൽ അറിയപ്പെട്ടു. വാളയാർ പരമശിവം.